അറബിക്കടലിൽ US പടയൊരുക്കം ശക്തമാക്കുന്നതിനിടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടച്ച് ഇറാന്റെ സൈനികാഭ്യാസം. അമേരിക്ക തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്ന സന്ദേശം ശക്തമാക്കാനാണ് ഇറാൻ സൈനികാഭ്യാസം നടത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിന് മുതിർന്നാൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സൈനികാഭ്യാസം അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള ഈ സമുദ്രപാതയിൽ ഇറാൻ നാവികസേന ലൈവ് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി. സ്മാർട്ട് കൺട്രോൾ ഓഫ് ഹോർമൂസ് എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി ഇറാന്റെ തീരങ്ങളിൽ നിന്നും ഉൾനാടുകളിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ കടലിടുക്കിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഇത്തരത്തിൽ അടച്ചിടുന്നത്. സാധാരണഗതിയിൽ ഭീഷണി മുഴക്കാറുണ്ടെങ്കിലും കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ മുതിരാറില്ല. കഴിഞ്ഞ വർഷം ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയ 12 ദിവസത്തെ യുദ്ധകാലത്ത് പോലും ഇറാൻ ഈ വഴി അടച്ചിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നിയന്ത്രണമെന്നാണ് ഇറാൻ വിശദീകരിക്കുന്നതെങ്കിലും അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കും. ഇന്ത്യയിലേക്കടക്കം എണ്ണയെത്തുന്ന കപ്പൽ പാതയാണിത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് ആശങ്കയുള്ളത്. നേരത്തെ US-നെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രതികരിച്ചത്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സൈന്യത്തിന് പോലും എഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രഹരം ചിലപ്പോൾ ലഭിച്ചേക്കാം. യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ്, പക്ഷേ അവയെ കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിലും അപകടകാരികളാണ്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.